മെലൂഹയിലെ ചിരഞ്ജീവികൾ അധ്യായം 7 ശ്രീരാമദേവന്റെ പൂർത്തീകരിക്കാത്ത ഉദ്യമം തുടരുന്നു. പർവ്വതേശ്വരൻ, അങ്ങ് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്, പർവ്വതേശ്വരൻ അഭിമാനപൂർവ്വം നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറും ഒരു പട്ടാളക്കാരനായിരുന്നു, എങ്കിലും ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം മഹാരാജൻ? ദക്ഷിണ നേരെ തിരിഞ്ഞുകൊണ്ട് ശിവൻ ചോദിച്ചു. താങ്കളുടെ ശത്രുക്കൾ പൂർണ്ണമായും പരാജയപ്പെട്ടു, പിന്നെന്തിനാണ് സരസ്വതി നദി മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കൽ കൂടി ചന്ദ്രവംശികൾ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ തോൽവിക്ക് ശേഷം ഞങ്ങളുടെ 2 രാജ്യങ്ങളുടെയും ഇടയിലേക്കുള്ള സ്ഥലം ജനവാസമില്ലാതായി. അവിടെ കാട് വളർന്നു. ഇതിൽ യമുനാ നദിയുടെ ആദ്യത്തെ സഞ്ചാരപഥവും ഉൾപ്പെട്ടിരുന്നു. ഉടമ്പടിയിൽ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ പ്രദേശം ഞങ്ങൾ ഒരിക്കലും അധിനിവേശിച്ചിട്ടില്ല. അതേസമയം അവരാകട്ടെ അവരുടെ വാദത്തെ അംഗീകരിക്കുന്നുമില്ല. അക്കാര്യത്തിൽ താങ്കൾക്ക് തീർച്ചയുണ്ടോ പ്രഭു? ആ പ്രദേശം താങ്കൾ പരിശോധിക്കുകയുണ്ടായോ? ഇക്കാര്യം താങ്കളുടെ രാജ്യത്തുള്ള ചന്ദ്രവംശികളുടെ പ്രതിനിധിയുമായി ചർച്ച ചെയ്യുകയുണ്ടായോ? ഞങ്ങൾ അസത്യം പറയുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? പർവ്വതേശ്വരൻ പ്രതികരിച്ചു. യഥാർത്ഥ സൂര്യവംശികൾ കള്ളം പറയുകയില്ല. പർവ്വതേശ്വര, ദക്ഷൻ ദേഷ്യത്തോടെ ശകാരിച്ചു. സ്വാമി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പർവ്വതേശ്വരൻ, ശിവൻ ഭവ്യതയോടെ പറഞ്ഞു. എൻ്റെ നാട്ടിൽ നടന്ന അർത്ഥശൂന്യമായ യുദ്ധങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് യുദ്ധം അവസാനത്തെ ആശ്രയമാണെന്നാണ്. മറ്റൊരു മാർഗമുണ്ടെങ്കിൽ താങ്കളുടെ പട്ടാളക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? തീർച്ചയായും ഏതൊരമ്മയും നമ്മളെ അതിൻ്റെ പേരിൽ അനുഗ്രഹിക്കും. നമുക്ക് യുദ്ധം വേണ്ട, ഗംഭീരം. എന്തൊരു രക്ഷകനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പർവ്വതേശ്വരൻ ശ്വാസം വിടുന്നതിനിടയിൽ മന്ത്രിച്ചു. പർവ്വതേശ്വരൻ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കനകഹാല ഗർജിച്ചു. ഞാൻ മുൻപും താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് താങ്കൾ നീലകണ്ഠനെ അപമാനിക്കാൻ പാടുള്ളതല്ല. ഞാൻ താങ്കളുടെ ആജ്ഞ സ്വീകരിക്കുന്ന ആളല്ല. പർവ്വതേശ്വരൻ മുരണ്ടു. മതി, ദക്ഷൻ കൽപ്പിച്ചു. ശിവന് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. ഞാൻ ഖേദിക്കുന്നു പ്രഭു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. കാര്യങ്ങൾക്ക് ഉറപ്പില്ലാതെ യുദ്ധം പ്രഖ്യാപിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഇതുവരെ ഒരു യുദ്ധം ഞാൻ ഒഴിവാക്കിയത്. യഥാർത്ഥ സംഭവങ്ങൾ അങ്ങ് കാണണം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി സരസ്വതിയുടെ സഞ്ചാരപഥം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളാകട്ടെ ഭയാനകമായിരുന്നു. മെലൂഹന്മാർ മാതാവായി കരുതുന്ന ആ നദിയുടെ സാവധാനത്തിലുള്ള മരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴുണ്ടായ കണ്ണീരിൽ കനകഹാല പറഞ്ഞു. സരസ്വതി നദി ഇപ്പോൾ കടലിലെത്തുന്നില്ല. രാജസ്ഥാന്റെ തെക്കുഭാഗത്തുള്ള ഏക്കർ പ്രദേശത്ത് അത് അവസാനിക്കുന്നു. സരസ്വതി നദിയിലെ ജലം കൂടാതെ സോമരസം ഉണ്ടാക്കുവാൻ കഴിയില്ല, ദക്ഷൻ പറഞ്ഞു. ചന്ദ്രവംശികൾക്ക് ഇതിനെക്കുറിച്ചറിയാം. അതുകൊണ്ടാണ് ഈ നദിയെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. സ്വദീപിന്റെ പ്രതിനിധിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിക്കുകയുണ്ടായോ? സ്വദീപുമായി നമ്മൾക്കിപ്പോൾ യാതൊരു നയതന്ത്ര ബന്ധവുമില്ല, ദക്ഷൻ പറഞ്ഞു. സത്യമായും മറ്റു രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് ഇവിടെ സൗകര്യമൊരുക്കുകയെന്നത് നിങ്ങളുടെ നൂതന സംരംഭമായിരുന്നു. അവരെ മനസ്സിലാക്കുവാനുള്ള ഒരവസരം ലഭിക്കുന്നതിലൂടെ ഒരു യുദ്ധത്തിന് എടുത്തുചാടുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. 2 ദിവസം മുൻപ് മെസപ്പൊട്ടോമിയയിൽ നിന്നൊരു നയതന്ത്ര സംഘം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ട് സ്വദീപുമായി ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിച്ചുകൂടാ? പ്രഭോ, അങ്ങക്ക് അവരെ അറിയാത്തതുകൊണ്ടാണ്. വിശ്വാസത്തിലെടുക്കാനാവാത്ത ആളുകളാണവർ. സൂര്യവംശി സംസ്കാരം പിന്തുടരുന്ന ആരും അറിഞ്ഞുകൊണ്ട് ഒരു ചന്ദ്രവംശിയോട് ഇടപഴകി കളങ്കപ്പെടാറില്ല. ശിവൻ നെറ്റി ചുളിച്ചുവെങ്കിലും ഒന്നും പറയുകയുണ്ടായില്ല. അവർക്ക് എത്രത്തോളം നിലവാര തകർച്ചയുണ്ടായിരിക്കുന്നുവെന്ന് അങ്ങേക്ക് അറിവുണ്ടാവില്ല.
കുറച്ച് വർഷങ്ങളായി ശപിക്കപ്പെട്ട നാഗന്മാരെ ഞങ്ങളുടെ മേൽ തീവ്രവാദി ആക്രമണം നടത്തുവാനായി അവർ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. കനകഹാല വെറുപ്പോടെ പറഞ്ഞു. തീവ്രവാദി ആക്രമണങ്ങൾ? അതേ പ്രഭു, ദക്ഷൻ പറഞ്ഞു. അവരുടെ പരാജയത്തോടെ ദശാബ്ദങ്ങളോളം അവർ അടങ്ങിയിരുന്നു. ഏറ്റവും അവസാനത്തെ യുദ്ധത്തിൽ ഞങ്ങൾ നേടിയ ഗംഭീര വിജയം മൂലം ഞങ്ങളെ ഇനി നേരിട്ട് ആക്രമിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് തോന്നി. പിന്നെ അവർ അവരെപ്പോലെ ധിക്കാരികളായ ആളുകൾക്കു മാത്രം സാധിക്കുന്ന മാർഗം സ്വീകരിച്ചു, തീവ്രവാദി ആക്രമണം. എനിക്ക് മനസ്സിലാവുന്നില്ല, അവരെന്താണ് ശരിക്കും ചെയ്യുന്നത്? ശിവൻ ചോദിച്ചു. അവർ ചെറിയ കൊലയാളി സംഘത്തെ അയക്കും. സാധാരണ ജനവാസ കേന്ദ്രത്തിൽ സൈനിക വിന്യാസമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നു അവർ മിന്നലാക്രമണം നടത്തും. ആയുധമില്ലാത്ത ആളുകളെ ആക്രമിക്കുക എന്നതാണ് അവരുടെ ആശയം. ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ എന്നിവരെ. പൊതുസ്നാനഘട്ടങ്ങൾ, ക്ഷേത്രങ്ങൾ, തിരിച്ചെടുക്കാൻ സൈനികരില്ലാത്ത സ്ഥലങ്ങൾ എന്നിവ ആക്രമിച്ചു നശിപ്പിക്കുകയെന്നതും അവരുടെ പദ്ധതിയിൽപ്പെടുന്നു. ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് രാജ്യത്ത് ഭീതി പടർത്തുകയാണ് അവരുടെ ലക്ഷ്യം. അത് വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ കിരാതന്മാരായ പക്രതികൾ പോലും അതൊന്നും ചെയ്യുകയില്ല, ശിവൻ പറഞ്ഞു. അതെ, പർവ്വതേശ്വരൻ പറഞ്ഞു. ഈ ചന്ദ്രവംശികൾ ആണുങ്ങളെപ്പോലെ യുദ്ധം ചെയ്യുകയില്ല. അവർ ഭീരുക്കളെ പോലെയാണ് പോരാടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ രാജ്യത്തെ ആക്രമിക്കാത്തത്? ഒറ്റത്തവണ കൊണ്ട് അവരെ അവസാനിപ്പിക്കണം, ശിവൻ പറഞ്ഞു. ഞങ്ങൾക്കങ്ങനെ ചെയ്യണമെന്നുണ്ട് പ്രഭു, ദക്ഷൻ പറഞ്ഞു. പക്ഷേ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. തൻ്റെ സൈനികർക്കു നേരെയുള്ള ആക്ഷേപം കേട്ടപ്പോൾ പർവ്വതേശ്വരൻ നിശബ്ദനായി ക്ഷോഭിക്കുന്നത് പോലെ ശിവന് തോന്നി. എന്തുകൊണ്ടാണത് മഹാരാജൻ? അങ്ങേക്ക് നല്ല പരിശീലനം ലഭിച്ച മികവുറ്റ സൈന്യമുണ്ട്. നിങ്ങളുടെ സൈന്യത്തിന് അവരെ തോൽപ്പിക്കാനാവും. 2 കാര്യങ്ങളാണ് പ്രഭു. ഒന്നാമതായി, ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ്. ഒരു 100 വർഷം മുൻപ് പോലും ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു. എന്നാൽ അത്ര കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ 8 ദശലക്ഷം വരുന്ന ജനസംഖ്യയ്ക്കു പകരം അവർക്ക് 80 ദശലക്ഷം ജനസംഖ്യയുണ്ട്. അവർക്ക് ഞങ്ങൾക്കു നേരെ വലിയൊരു സൈന്യത്തെ നിരത്താനാവും. അവരുടെ എണ്ണം മതി ഞങ്ങളുടെ സാങ്കേതിക മികവിനെ മറികടക്കുവാൻ. പക്ഷേ എങ്ങനെയാണ് നിങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയത്? നിങ്ങൾക്ക് 200 വർഷത്തിലധികം വയസ്സുള്ള ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കേണ്ടതാണ്, ശിവൻ ചോദിച്ചു. സാമൂഹ്യശാസ്ത്രപരമായ കാര്യങ്ങളാണ് പ്രഭു, ദക്ഷൻ പറഞ്ഞു. നമ്മുടെ രാജ്യം സമ്പന്നമാണ്. കുട്ടികൾ നമ്മുടെ ഇഷ്ടമാണ്, അല്ലാതെ കർമ്മമല്ല. മൈഗ സംവിധാനത്തിൽ നിന്നു മാതാപിതാക്കൾ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു, 1 അല്ലെങ്കിൽ 2 കുട്ടികളെ. അങ്ങനെയാകുമ്പോൾ കുട്ടികളെ വളർത്താൻ എളുപ്പമാണ്. മൈഗയിലാണെങ്കിൽ വളരെ കുറച്ച് മാതാക്കളെ കുട്ടികൾക്ക് ജന്മം നൽകുന്നുള്ളൂ. സ്വദ്വീപിൽ ദരിദ്ര കുട്ടികളെ അടിമ വേലക്കാരായാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കുടുംബ വരുമാനത്തിന് കൂടുതൽ കുട്ടികൾ വേണം. അതിനാൽ രാജ്യം ദരിദ്രമാണെങ്കിലും ജനസംഖ്യ വലുതാണ്. യുദ്ധം ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ കാരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നിയന്ത്രണത്തിൽപ്പെട്ട ഒന്നാണ്, യുദ്ധ നിയമങ്ങൾ. അതനുസരിച്ച് മാത്രമേ ഞങ്ങൾ യുദ്ധം ചെയ്യുകയുള്ളൂ. അവിടെ ചട്ടങ്ങളും മര്യാദകളും പാലിക്കും. ചന്ദ്രവംശികൾ അതൊന്നും പാലിക്കാറില്ല. ഞങ്ങളുടെ ഒരു ന്യൂനതയായിട്ടാണ് ഈ നിയമങ്ങളും മര്യാദകളും കണക്കാക്കപ്പെടുന്നത്. അലിവില്ലാത്ത ഞങ്ങളുടെ ശത്രുക്കൾ ഈ ന്യൂനത ചൂഷണം ചെയ്യുന്നു. യുദ്ധ നിയമങ്ങൾ? ശിവൻ ചോദിച്ചു. അതെ, ഉദാഹരണത്തിന് നിരായുധനായ ഒരാളെ ഞങ്ങൾ ആക്രമിക്കുകയില്ല. മെച്ചപ്പെട്ട ആയുധധാരിയായ ഒരു ഭടൻ അത്രയ്ക്ക് ആയുധ സൗകര്യമില്ലാത്ത എതിരാളിയുടെ അരയ്ക്കു താഴെ ആക്രമിക്കുകയില്ല. കാരണം അത് യുദ്ധനീതിയല്ല. എന്നാൽ ചന്ദ്രവംശികൾക്ക് അത്തരം മര്യാദകളൊന്നും ബാധകമല്ല. വിജയം ഉറപ്പാക്കുന്നതിനു വേണ്ടി ആരെയും എങ്ങനെയും അവർ കൊല്ലും. ക്ഷമിക്കണം മഹാരാജൻ, പർവ്വതേശ്വരൻ പറഞ്ഞു. ആ വ്യത്യാസമാണ് നമ്മെ നാമാക്കി വേറിട്ട് നിൽക്കുന്നത്. ശ്രീരാമസ്വാമി പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ സ്വഭാവശുദ്ധി പരീക്ഷിക്കപ്പെടുന്നത് നല്ല കാലത്തല്ല, ധർമ്മനീതി പുലർത്തുവാനുള്ള ഒരുവന്റെ ദൃഢചിത്തത പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ ദോഷകാലത്താണ്. പക്ഷെ പർവ്വതേശ്വര,
നമ്മെപ്പോലെ മര്യാദയും നീതിബോധവുമുള്ള ആളുകളല്ല നമ്മെ ആക്രമിക്കുന്നത്. ദക്ഷൻ പറഞ്ഞു. നമ്മുടെ ജീവിത രീതിയാണ് ആക്രമിക്കപ്പെടുന്നത്. ഏതു വിധേനയും നമ്മൾ അതിനെ ചെറുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. മഹാരാജൻ ഒരിക്കൽ കൂടി ക്ഷമാപണം സ്വീകരിച്ചാലോ? പർവ്വതേശ്വരൻ പറഞ്ഞു. ഒരിക്കലും തിരിച്ചടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആക്രമിക്കാൻ ഞാൻ ഉത്സുകനാണ്. ചന്ദ്രവംശികൾക്കെതിരെയായി യുദ്ധം പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ അനുവാദത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ നാം നമ്മുടെ യുദ്ധനീതിയും മര്യാദകളും സംഹിതകളും ഇല്ലാതെ യുദ്ധം ചെയ്താൽ നമുക്ക് ജീവിതരീതി നശിപ്പിക്കുന്നതിനും തുല്യമായിരിക്കും. അത് നമ്മളോട് യുദ്ധം ചെയ്യാതെ തന്നെ ചന്ദ്രവംശികൾ വിജയം നേടുന്നതിന് തുല്യമായിരിക്കും. സമയം സൂചിപ്പിക്കുന്ന മണി മുഴങ്ങിയപ്പോൾ ആ സംഭാഷണം പൊടുന്നനെ നിലച്ചു. എല്ലാവരും തിടുക്കത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലി